നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ട എന്ന് ആവർത്തിച്ച KPCC എംപിമാർ മത്സരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകുമെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുന്നു. KPCCയുടെ നിർദ്ദേശം മറികടന്ന് കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. കോൺഗ്രസിന് ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകിയേക്കും. ഇതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്താണ് വിവരമെന്ന് നമുക്കറിയില്ല. വിനീത വേജി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ സന്ദർശനത്തെക്കുറിച്ച് ആദ്യം പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. അദ്ദേഹം ഡൽഹിയിൽ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു. രാജ്യസഭാംഗവും കോൺഗ്രസ് നേതാവുമായ ഒരു നേതാവിന്റെ ഇഫ്താർ വിരുന്നിൽ ക്ഷണമുണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിട്ടായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് ആ ഒരു കൂടിക്കാഴ്ച 10 മിനിറ്റോളമാണ് നീണ്ടു നിന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ ഡൽഹിയിൽ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഘടകകക്ഷികളുടെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം സൂചിപ്പിച്ചതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച തന്നെയാണ് നിലവിൽ ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ നടന്നതെന്ന് കൂടി നമുക്ക് പറയാം. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിലാണ്. ഇന്നലെ ഏറ്റവും കൂടുതൽ കൂടിക്കാഴ്ചകളും നിർണായകമായിട്ടുള്ള മീറ്റിങ്ങുകളും ഒക്കെ നടന്നത് ഈ കേരള ഹൗസിലാണ്. ഡൽഹിയിലെത്തിയ നേതാക്കളൊക്കെ ഇപ്പോഴും കേരള ഹൗസിൽ തന്നെ തുടരുകയാണ്. ഇന്നും സമാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും അത്തരത്തിലേക്കുള്ള മീറ്റിങ്ങുകളും ഒക്കെ തന്നെ ഉണ്ടാകും. ഇന്ന് വൈകിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള ചർച്ചകൾക്ക് ശേഷം അംഗീകരിച്ച പട്ടിക ഇന്നത്തെ ഈ സമിതി അംഗീകരിക്കും. അതിനിടെ 5 എംപിമാർ കൂടി മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മത്സരിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഈ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനത്തിൽ തന്നെയാണ് KPCC നേതൃത്വം ഉള്ളത്. പക്ഷേ അങ്ങനെ ഒരു നിലപാടിൽ KPCC തുടരുമ്പോഴും താൻ മത്സരിക്കുമെന്ന് സുധാകരൻ സ്വയം പ്രഖ്യാപനം നടത്തിയത് അത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കടുത്ത അതിർത്തിയിലേക്കടക്കം എത്തിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സുധാകരന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കൂടുതൽ എംപിമാർ കൂടി മത്സരിക്കാനുള്ള ആഗ്രഹം അറിയിച്ചുവെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ MK രാഘവനുണ്ട്, ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള എംപിമാർ അവർക്ക് നിയമസഭയിൽ മത്സരിക്കണമെന്നൊരു ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് ചേരുന്ന ഈ യോഗം അന്തിമ തീരുമാനം എടുത്തേക്കും. പക്ഷെ അതേസമയം എംപിമാർ നിലവിൽ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് KPCC നേതൃത്വം ഉറച്ചു നിൽക്കുന്നത്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടരുത് എന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ എംപിമാർ മത്സരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം നൽകുമെന്നും ഇന്നലെ ചേർന്ന യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചേരുന്ന യോഗവും കൂടിക്കാഴ്ചയിലും ഒക്കെ നേതാക്കൾ ഉന്നയിക്കും. ഏതാണെങ്കിലും കാത്തിരും തന്നെ കാണേണ്ടി വരുന്നു കൂടി നമുക്ക് പറയാം. SK, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നതെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.